സോ ഗായ്സ് തേജാസ് റൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബൈക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഗെയിം തന്നെയാണ്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഗെയിം തന്നെയാണ് നമ്മൾ പ്രാവശ്യം കളിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പുതിയൊരു മൊബൈൽ എടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും. എനിക്ക് വയ്യ ഗൈസ്, ഈ ആഡ്സ് കാരണം എനിക്ക് വയ്യ. ഒരുപാട് ഒരു 20 മിനിറ്റ്സോളം കാര്യങ്ങളുണ്ട്. നിങ്ങൾ ക്ഷമിക്കൂ ഗൈസ്, കഷ്ടമുണ്ട് ഗൈസ്. ഇതൊക്കെ ചുമ്മാണ് ഗൈസ്, റമ്മി സർക്കിൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വലിയ ഇതൊന്നും ഇല്ലാത്തയാണോക്കെ. ഗൈസ്, നമ്മുടെ പുതിയ മൊബൈൽ എടുത്ത് മോട്ടോ ജി 34 5G എന്ന് പറഞ്ഞ കിണ്ണം മൊബൈലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുമ്പ് നമ്മുടെ നെറ്റ് രണ്ടും ഓഫ് ചെയ്യട്ടെ. രണ്ട് നെറ്റ് നമ്മൾ ഓഫ് ചെയ്തിരുന്നു. ഓക്കെ, അടുത്ത് ഇനി നമുക്ക് കളിക്കാം ഗൈസ്. അപ്പം എന്താണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്ന് പറയുന്ന ഗെയിം എന്ന് പറയുന്നത്, നമ്മളിവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു വീട്ടിലാണ് ചെന്നിറങ്ങുന്നത്. അതിനുശേഷം നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റും. ഒരു പ്രശ്നം മാത്രം, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം, കുളിക്കാം, നമുക്ക് എല്ലാ കാര്യവും ചെയ്യാം. പക്ഷേ എങ്ങനെ കയറാൻ പറ്റുമോ? ഭയങ്കര ഇതാണ് വീസ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി നേസം ഇടുക. ഈ വഴിയല്ലേ, ഈ വഴിയല്ല, അവിടാണ് ഡ്രൈവർ സീറ്റ്. ഓക്കെ 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 ഗൈസ്, ഞാനതൊന്ന് കയറട്ടെ. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട്. വണ്ടി പണി മതി. അയ്യോ, നമ്മൾ ഇന്നലെ അങ്ങോട്ട് ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. ഇന്നലെ അങ്ങോട്ട് എടുത്തേ ഉള്ളൂ വണ്ടി. ഈ ഗെയിമിനകത്ത് ലംബോർഗിനിയും ബുഗാട്ടിയൊക്കെ വെറും പിച്ചക്കാരന്മാരെ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഇപ്പം ഇങ്ങനെയുള്ള വണ്ടികളാണ് ഏറ്റവും ലക്ഷറീസ് ഈ വേൾഡിൽ. എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ ബൈക്കിനകത്ത് ലംബോർഗിനി ബുഗാട്ടിയൊക്കെയാണ് ഏറ്റവും വില കുറഞ്ഞത്. നമ്മളെ ഫോർച്യൂണർ, ഇങ്ങനെയുള്ള ഫോർച്യൂണറൊക്കെയാണ് ഏറ്റവും വില കൂടിയതൊക്കെ. ഓക്കെ, ബാങ്കിലോട്ട് ജസ്റ്റ് ഒന്ന് പോകണം. അതിന് മുമ്പ് കുറച്ച് സ്റ്റണ്ട് കളിക്കാം. പതിയെ. ഇനി നമ്മൾ വളരെ സൂക്ഷിച്ച് എൻ്റെ മണ്ടയിലോട്ട് ജസ്റ്റ് ഒന്ന് കയറണം. പറ്റിയില്ല, കുഴപ്പമില്ല, പറ്റണമല്ലോ, നമുക്കത് പറ്റണം, മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്താലോ? ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ലംബോർഗിനി ബുഗാട്ടി ഇല്ലാതെ ഞാൻ ഇപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്തത്. നല്ല സ്പീഡിൽ വന്നിട്ട് കയറാം നമുക്ക്. ഓക്കെ, ഇനി പുറകോട്ട് പോവാം. ഇനി ഗൈസ് കയറാം. പറ്റുമോ? കയറാൻ പറ്റുമോ? അയ്യോ, ജസ്റ്റ് മിസ് ഗൈസ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, ഈ പന്ന വണ്ടി നമുക്ക് വേറെ വണ്ടിയെല്ലാം എടുക്കണം. ചീറ്റ് കോഡ്സ് 444 എന്തെങ്കിലും കിട്ടുമെന്ന്. 4 ഇവിടെ നമുക്ക് ചെറിയ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല വേറെ വല്ലതും 400. ഇതും കിട്ടിയിട്ടുണ്ട്. വേറെ എടുത്തിട്ട് 317 എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടോ? അങ്ങനെ സംഭവമില്ല. ഓക്കെ, 7000 എന്തുവാ? 2900 ഇല്ലേ? അങ്ങനൊരു നമ്പറല്ലേ? 2000 ഇല്ലേ? ഞാൻ ഇടയ്ക്ക് വിളിച്ച് കാര്യം കാണിച്ചതിൻ്റെയാണ് ഇപ്പം കാണുന്നത്. ഗൈസ് മതി. റോൾസ് റോയ്സ് ഇങ്ങർക്ക് ഗൈസ്, റോൾസ് റോയ്സ്. ഇനി നമുക്ക് എന്ത് വേണം? റോൾസ് റോയ്സ് ഇറക്ക് നമുക്ക്. നമുക്ക് നഗരം ചുറ്റിയിട്ട് വരാം. യെസ്, നമ്മുടെ സിറ്റിയാണിത്. അല്ല, ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. ആരാ നിലവിളിച്ച് മക്കളെ സോറി. അയ്യോ, എന്തുപറ്റി? അവർക്ക് എന്തുപറ്റി? നമ്മളാരെയും ഇടിച്ചിട്ടോടാണല്ലോ പോയേ. നമ്മളാരെയും ഇടിച്ചിട്ടുണ്ടെങ്കിൽ പോയേ. അത് വേണ്ടായിരുന്നു. ഞാൻ അറിയാൻ ഇടിച്ചതാണ് ബ്രോ, സോറി.
എന്നോടൊന്നും തോന്നരുത്. സോറി. ഇങ്ങോട്ട് എന്നെ അടിക്കാൻ പറ്റുന്ന പോലീസുകാരന്മാരെന്താ വരാത്തത്? ധൈര്യം ഉണ്ടെങ്കിൽ പോലീസുകാരന്മാർ വാടാ. എല്ലാണതിനെ കത്തിക്കും ഞാൻ. ഓക്കെ, 5 സ്റ്റാർ വാണ്ടർ ലെവൽ എനിക്ക് വേണം. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ക്രൈം ഇൻ ദ വേൾഡ്. ബിഗ്ഗസ്റ്റ് ക്രൈം ഇൻ ദ വേൾഡ്. അവരെല്ലാവരെയും കൊന്നേക്കാം. ഓടി വരുന്നുണ്ട് അവരെല്ലാവരും. എന്നെ അടിക്കാൻ ഓടി വരിക. ഇതാട്ടവരെ പിടിച്ചു. അതാരെ വണ്ടിയെ എടുത്ത് വണ്ടി എടുത്ത് ഇനി നമുക്ക് പോവാം. ഇത്രയും മതി, ഇന്നത്തേക്ക് ഇത്രയും മതി. ഒരു ബീജിയൊക്കെ വരണം. ഇറങ്ങടാ. ടർണ guys, that's the power of me SS. ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താണ് ഇങ്ങോട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോടാ. ഇവിടെ നിന്ന് ആൾക്കാരെ കൊല്ലുന്ന സേഫ് അല്ല കേസ്. അപ്പോൾ അത് ഏവന്മാരെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവാ. കാറൊട്ട് ശരിയല്ല. അയ്യോ വേണ്ടായിരുന്നു. പകുതി ലൈഫ് കുറഞ്ഞു. കൊള്ളാം. പുറയുന്ന വെടി കിട്ടുന്നു.